ഭഗവാന്റെ അവതാര ഉദ്ദേശം തന്നെ കംസനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ട് കംസനെ നിഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ, കലിയുഗ തത്വത്തിലേക്കാണ് ഭാഗവതം പ്രവേശിക്കുന്നത്. ഭഗവാന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ കലിയുഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ചും കലിയുഗത്തിൽ സർവാശ്രയമായ ഗ്രന്ഥമാണ് ഭാഗവതം. അപ്പോൾ അതിലൂടെ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് ധർമ്മബോധത്തിനുണ്ടാകുന്ന ക്ഷയം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു യുഗമാണ് ഏത്? കലിയുഗം എന്ന് പറഞ്ഞാൽ. ഇവിടെ 4 യുഗങ്ങളുണ്ട്. ഈ 4 യുഗങ്ങളെ എന്തടിസ്ഥാനത്തിലാണ് 4 യുഗങ്ങളായി തിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് അതിൻ്റെ ആധാരമായ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഏതെങ്കിലും വർഷത്തിൻ്റെ കാലയളവൊക്കെ നമുക്ക് പറയുന്നുണ്ട്, ഇത്ര വർഷം ഈ യുഗം, അടുത്ത വർഷം. അപ്പോൾ ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വർഷങ്ങളും ഈ യുഗചിന്തയും വരുന്നതെന്ന് ചോദിച്ചാൽ, ധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ധർമ്മത്തിനുണ്ടാകുന്ന ക്ഷയം ഒരു നിശ്ചിത അളവ് വരെ ഒരു യുഗം, അത് കഴിഞ്ഞാൽ അടുത്ത അളവ് വരെ അടുത്ത യുഗം, അങ്ങനെയാണ് 4 യുഗങ്ങളെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ധർമ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശുദ്ധമായ ആധാര വിഷയം എന്ന് പറയപ്പെടുന്നത്. ആദ്യത്തെ യുഗം ഹൃദയുഗമാണ്. രണ്ടാമത്തെ യുഗം നമുക്ക് കാണാൻ സാധിക്കും, അത് ത്രേതായുഗമാണ്. മൂന്നാമത്തെ യുഗം ദ്വാപരമാണ്. 4ാമത്തെ യുഗം ഏതാ? നമ്മളിപ്പോൾ ജീവിക്കുന്ന കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങൾ, ചതുർയുഗങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നമ്മളെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ കുഴപ്പം കണ്ടാൽ നമ്മൾ പറയും കലിയുഗമല്ലേ എന്ന് പറയില്ലേ. ഇതിനപ്പുറം. കാരണം എന്താ? കലിയുഗത്തിൽ മനുഷ്യ മനസ്സുകൾ വളരെ കൂടുതൽ മലീമസമാകും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സ് മലീമസമാകുമ്പോൾ നമ്മുടെ പ്രവൃത്തി എന്തായി മാറും? ഉള്ളിലുള്ളതിലേ നമ്മളിലൂടെ പ്രവഹിക്കത്തുള്ളൂ. നമ്മുടെ പ്രവൃത്തിയും ആ നിലയിലേക്ക് ആകും. അതുകൊണ്ടാണ് കലിയുഗത്തിന് അങ്ങനെ ഒരു ഇത്. പക്ഷേ ഇവിടെ ഭഗവാന്റെ ഭക്തന്മാർ പറയുന്നത് നേരെ തിരിച്ചിട്ടും കൂടാണ്. കലിയുഗമാണ് ഏറ്റവും മോശം. പക്ഷേ ആ ഏറ്റവും മോശമായ കലിയുഗത്തിലാണ് ഏറ്റവും കൂടുതൽ ആരെ ആശ്രയിക്കാൻ സാധിക്കുന്നത്? ഭഗവാനെ ആശ്രയിക്കുക. അതുകൊണ്ടാണ് യുഗം 4ലും നല്ലു കലിയുഗം. മനസ്സിലായില്ലേ? കാരണം എന്താ? ഇവിടെ നാമജപം കൊണ്ട് മാത്രം ഭഗവാനെ നേടാൻ സാധിക്കും. മനസ്സിനെ ശുദ്ധീകരിക്കാൻ നാമജപത്തേക്കാൾ വലിയ ഒരു പൂജയും അർച്ചനയും വേറെ ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കലിയുഗത്തിൽ വളരെ കൃത്യമായി നമ്മുടെ പൂർവികന്മാർ പ്രഭാതത്തിലും പ്രദോഷത്തിലും നാമം ജപിക്കാനുള്ളൊരു പദ്ധതിയൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? രാവിലെ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും, വൈകിട്ട് സന്ധ്യനാമവും. ഇന്നിതൊക്കെ നമ്മൾ ടേപ്പ് റെക്കോർഡിനെ ഏൽപ്പിച്ചു. കാരണം നമുക്ക് സമയമില്ലല്ലോ. ഇപ്പം മുക്തിയും മോക്ഷമൊക്കെ ആർക്കാണ് കിട്ടുന്നത്? നമുക്കാണോ ടേപ്പ് റെക്കോർഡിനാണോ? അപ്പോൾ അവസ്ഥയായി. നമ്മൾ പെൺഡ്രൈവൊക്കെ കുത്തിയിട്ടിട്ട് ഭഗവാന് പാട്ട് കേൾപ്പിക്കും. ഭഗവാന് പാട്ട് കേൾക്കാനല്ല. പണ്ട് അമ്പലങ്ങളിൽ പോലും ഈ റെക്കോർഡ് ഇടുക എന്ന സമ്പ്രദായം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്തജനങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് വരുമ്പോഴും രാവിലെ വരുമ്പോഴും ക്ഷേത്രത്തിൽ നിന്ന് നാമം ജപിക്കുമായിരുന്നു. ആ നാമകീർത്തനം ഈ മൈക്ക് സെറ്റൊക്കെ വന്ന സമയത്ത് പുറത്തുള്ളവരും കൂടി കേൾക്കട്ടെ എന്ന് വെച്ച് മൈക്കിൽ വെച്ചു. പിന്നീട് പുരോഗമിച്ചിപ്പം ഭക്തരില്ലാത്ത കാലമായി മാറി. മനസ്സിലായില്ലേ? ഇപ്പം ഭക്തർ കുറവാണ്, വഴിപാട് നടത്തുന്നവർ കൂടുതലാണ്. പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? ഭക്തരെന്താണെന്ന് വെച്ചാൽ ഭഗവാനെ ഭജിക്കാൻ വരുന്നവരാ. വഴിപാട് നടത്തുന്നവരെന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനെ ഭജിക്കാൻ വരുന്നവരും നടത്താറുണ്ട്. പക്ഷേ കൂടുതലൊന്നും വഴിപാട് നടത്തുന്നവരായി മാത്രം മാറുമ്പോൾ എന്താ സംഭവിച്ചാൽ ഭക്തരാവുന്നില്ല, പക്ഷേ കാര്യം നേടാനുള്ളവരായി മാറി. മനസ്സിലായില്ലേ? വരുമ്പോൾ തന്നെ ആദ്യം നോക്കുന്ന ബോർഡിലേക്ക് നോക്കും, ഏത് നടത്തിയാൽ ഏത് കിട്ടും അല്ലേ? എന്നിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിനെ താതാത്മ്യപ്പെടുത്തും. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ആ പ്രക്രിയയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഭക്തി കൂടി വേണം. ഏത് വഴിപാടുകളും പൂർണ്ണമാകണമെങ്കിൽ എന്തുകൂടി വേണം? ഭക്തിയാണ് പ്രധാനം. ശരി, ഇവിടെ കലിയുഗത്തിലേക്ക് നമുക്ക് യുഗങ്ങളിലേക്ക് വരാം. ആദ്യത്തെ യുഗം, ഓരോ യുഗത്തെയും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിലുണ്ടായ സൃഷ്ടികളിൽ നിന്നുകൂടി ആ യുഗത്തെ പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചരിത്രത്തെ കൃത്യമായി നമ്മുടെ ചരിത്രകാരന്മാർ അവലോകനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിത രീതി, അവരെഴുതി വെച്ച സാഹിത്യം, ഇതൊക്കെ വെച്ചിട്ടാണ് ആ കാലഘട്ടത്തിൻ്റെ ജീവിതഗതിയെക്കുറിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളൊരു കഥ എഴുതിയാൽ അതിനകത്ത് ഈ മൊബൈൽ ഉണ്ടാവുമോ? ഇൻ്റർനെറ്റ് ഉണ്ടാവുമോ? കാണില്ല. കാരണം അന്നത്തെ കാലത്ത് ഇതില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരാളാണ് ഇത് എഴുതുന്നതെങ്കിലോ ഇതെല്ലാം ഉണ്ടാവും. കാരണം ആ കാലഘട്ടത്തിലുള്ള വിഷയങ്ങളെല്ലാം ആ ചരിത്രത്തിൽ വന്നു ചേരും. ഇതാണ് അതിന് പറയാനുള്ളൊരു കാരണം.
അപ്പോൾ ആദ്യത്തെ യുഗം കൃതയുഗമാണ്. കൃതയുഗത്തിൽ പരസ്പര സംഘർഷങ്ങളില്ലായിരുന്നു. മനസ്സിലായില്ലേ? പരസ്പര സംഘർഷങ്ങളില്ലായിരുന്നു. അത് കാരണം എല്ലാവരും ധർമ്മബോധമുള്ളവരാണ്. എല്ലാവരും ധർമ്മബോധമുള്ളവരാണെങ്കിൽ സത്യത്തിൽ ഉറച്ചവരാണ്. ധർമ്മബോധം വെച്ചാൽ സത്യത്തിൽ ഉറയ്ക്കുക, ഈശ്വര ചിന്തയിൽ എത്തുന്നതിലാണ് ധർമ്മബോധം എത്തുക എന്ന് പറഞ്ഞാൽ ഈശ്വര ചിന്തയിലേക്ക് ഉറയ്ക്കുക എന്നുള്ളതാണ്. ഈശ്വര ചിന്തയിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കലഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനെന്നും നിൻ്റേതെന്നും എൻ്റേതെന്നും അവൻ്റേതെന്നും പറഞ്ഞാൽ അടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ സാഹിത്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശമില്ല. അതാണ് ആദ്യത്തെ യുഗം, സത്യയുഗം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്തെ ഓരോ ജീവിച്ചിരുന്നവർക്ക് നേരിട്ട് ഭഗവാനോട് സംവദിക്കാനും അങ്ങനെയൊക്കെയാണ് ആ പുരാണങ്ങൾ എഴുതപ്പെടുന്നത്. മനസ്സിലായില്ലേ? നേരിട്ട് ഈശ്വരനുമായി സംവദിക്കാനുള്ള അത്രയും നിഷ്ഠ അവർക്കുണ്ടായിരുന്നു. അതാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. വേദത്തിൽ ഒരിക്കൽ പോലും ഒരിടത്തും ഒരു യുദ്ധം പറഞ്ഞിട്ടില്ല. വേദം മുഴുവൻ ജ്ഞാനത്തെക്കുറിച്ചിട്ടാണ്, അറിവിനെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ കാലഘട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേതാണ്? രണ്ടാമത്തെ യുഗം ഏതാ? ത്രേതായുഗം, രാമൻ്റെ കാലഘട്ടമാണ് അല്ലേ? രാമൻ്റെ കാലഘട്ടത്തിലെ സാഹിത്യം എന്നുള്ളത് നമുക്ക് രാമായണത്തെ എടുക്കാം. ഇവിടെ രാമായണത്തിനകത്ത് സംഘർഷമില്ലേ? ഉണ്ട് അല്ലേ? രാമായണത്തിൽ സംഘർഷമുണ്ട്. പക്ഷേ അവിടെ ധർമ്മം എന്തു പറ്റി? കുറച്ചുകൂടെ ക്ഷയിച്ചു. അപ്പോൾ ചോദിക്കും, രാമൻ്റെ യുഗം മോശമായിരുന്നോ? ധർമ്മം ക്ഷയിക്കുമ്പോഴാണ് ഈശ്വരൻ അവതരിക്കുന്നത് അല്ലേ? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിന് ഗ്ലാനിർ വന്ന് ദുഷ്ടന്മാർ വന്നതിനെ നശിക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാനാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഒരിക്കലൊരു ശ്രേഷ്ഠനായ ഭാഗവതാചാര്യൻ അദ്ദേഹത്തിൻ്റെ ഭാഗവത തത്വപ്രഭാഷണത്തിനിടയിൽ പറഞ്ഞു, ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ ധർമ്മം കൊണ്ട് പെരുകട്ടെ, അധർമ്മം കൊണ്ട് പെരുകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കേട്ടോണ്ടെന്ന് ചോദിച്ചാൽ എന്താ ഇങ്ങനെ പറഞ്ഞേ? അല്ല, അധർമ്മം കൂടി വരുമ്പോൾ ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഓരോ കാലത്തും അധർമ്മം കൂടുമ്പോഴാണ് ആരവതരിക്കുന്നത്? രാവണൻ ഉണ്ടായത് കൊണ്ടല്ലേ രാമൻ അവതരിക്കേണ്ടി വന്നത്? കംസൻ വന്നത് കൊണ്ടല്ലേ യഥാർത്ഥ കൃഷ്ണാവതാരത്തിന് നാന്തി കുറിക്കുന്നതല്ലേ? അപ്പോൾ ഒരർത്ഥത്തിൽ ദുഷ്ടത കൂടുന്നതും എന്ന് വെച്ചാൽ ദുഷ്ടത കൂടണമെന്നല്ല പറഞ്ഞത്. നമുക്ക് അത്തരത്തിൽ ചിന്തിക്കാം. ചിലർ അങ്ങനെയാണ്, കടന്ന് ചിന്തിച്ച് കളയും. നമ്മളെപ്പോലെ സാധാരണ ചിന്തിക്കാൻ നമുക്കൊന്നും അത്ര ചിന്തിക്കാനുള്ള മനസ്സിന് ധൈര്യമില്ല. നമ്മളൊക്കെ ഭാഗവത്തെ പിന്തുടരുമ്പോൾ സാധാരണഗതി പറയുന്നത് എന്താ? ഭഗവാനെ ഇനി ഒരു ജന്മം ഉണ്ടാകരുതേ അല്ലേ? ഇനി ഒരു ജന്മം ഉണ്ടാകരുതേ. ഇതാണ് ഭാഗവത്തിലൂടെ പഠിക്കുന്നത്. കാരണം എന്താ? ഭഗവാനിലേക്ക് ചേരണം. ബഹുജന്മാർച്ചിത കർമ്മശേഷം തിരുമുൽ കാഴ്ച നിനച്ചിക വെച്ചേ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രീധരാചാര്യരെ പോലെയുള്ള ആചാര്യന്മാർ പ്രാർത്ഥിച്ചതിനൊരു വ്യത്യാസമുണ്ട്. അവരുടെ മനസ്സിൻ്റെ ബലമാണത്. അവർ പറഞ്ഞത്, ഭഗവാനെ എനിക്ക് കോടിക്കണക്കിന് ജന്മം ഉണ്ടാവണം. മനസ്സിലായില്ലേ? എനിക്ക് കോടിക്കണക്കിന് ജന്മം ഉണ്ടാവണം. എത്ര കാലം ജനിക്കാൻ സാധിക്കും അത്രയും എണ്ണം ജന്മം എനിക്കുണ്ടാവണം. പക്ഷെ ഒരൊറ്റ കരാറും കൂടി തരണം, ആ ജന്മത്തിലെല്ലാം എൻ്റെ കൂടെ നീ ഉണ്ടാവണം. മനസ്സിലായോ? എത്ര ജന്മം വേണോലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചോളാം, പക്ഷേ ആ ജന്മത്തിലൊക്കെ എൻ്റെ കൂടെ ആരുണ്ടാവണം? ഭഗവാൻ ഉണ്ടായിരിക്കണം. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എത്ര ജന്മം ജനിക്കുന്നതിനും പേടിയില്ല, വേണോ? മനസ്സിലായില്ലേ? നമുക്കൊക്കെ ഈ ജന്മത്തിൽ പേടി എന്തുകൊണ്ടാണ്? നമ്മളെ കൂടെ ആരുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നമുക്കില്ലേ? ഭഗവാൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും ഉണ്ട്. നമ്മളങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. അപ്പം നല്ല ഉറച്ച ഭക്തന്മാർ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കടുത്ത പദങ്ങളിലൂടെ ഭഗവാനോട് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ നമ്മളാരും അങ്ങനെ ചിന്തിക്കേണ്ട, പക്ഷേ ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രാമൻ്റെ കാലത്തെ ശത്രുക്കൾ എവിടെയാണ് വന്നത്? രാമൻ്റെ കാലത്തെ ശത്രുക്കൾ എവിടെയാണ് വന്നത്? രണ്ട് കുലത്തിലാണ്. ഒന്ന് അസുരകുലവും ഒന്ന് രാജകുലം അല്ലേ? രാമൻ രാജകുലത്തിലാണ്, മറ്റേത് രാവണൻ അസുരകുലത്തിലാണ്. രണ്ട് രാജ്യത്തല്ലേ ശത്രുക്കൾ അല്ലേ? രണ്ട് രാജ്യത്താണ്, രണ്ട് വംശത്തിൽ രണ്ട് രാജ്യത്ത് അല്ലേ ആണ് ശത്രുക്കൾ. അപ്പോൾ അത്രയും അകലമുണ്ടായിരുന്നു ശത്രുക്കൾക്ക്. വംശങ്ങൾ രണ്ടാണ്, രണ്ട് രാജ്യമാണ്, ഇത്രയും അകലമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത യുഗം ദ്വാപരയുഗമാണ്. ഒന്നുകൂടി ക്ഷയിച്ചു, ധർമ്മം കുറച്ചുകൂടി കുറഞ്ഞു. അതുകൊണ്ടാണ് ധർമ്മത്തിൻ്റെ സ്വരൂപമായ രാമൻ്റെ കാലം കഴിഞ്ഞ് ധർമ്മ സംരക്ഷകൻ എന്ന രൂപത്തിൽ ഭഗവാൻ വന്നത്. എവിടെ? കൃഷ്ണാവതാരം. കൃഷ്ണാവതാരം ധർമ്മ സംരക്ഷകനാണ്. കാരണം കുറേ കൂടി ധർമ്മത്തിന് ക്ഷയമുണ്ടായി. കാരണം മുമ്പ് ഒരു രാവണനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് അസുരന്മാർ വന്നു ചേർന്നു. അപ്പോൾ ഇവിടെ ആ ആസുരിക ഭാവം വന്നപ്പോൾ അകലം കുറഞ്ഞു. ഇവിടെ കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ശത്രുക്കൾ എവിടെയാണ് ഉണ്ടായിരുന്നത്? രണ്ട് കുലത്തിലായിരുന്നോ രണ്ട് രാജ്യത്തായിരുന്നോ? ഒരേ കുലത്തിനുള്ളിലാണ് അല്ലേ? കൃഷ്ണൻ ആരെ വധിക്കാനാണ് വന്നത്? കംസനെ വധിക്കാനാണ് വന്നത്
ഒരു കുലത്തിലല്ലേ, ഒരു കുടുംബത്തിനകത്താണ്, അമ്മാവനാണ്. ഇവിടെ പാണ്ഡവർ കൗരവന്മാരുമായി ഭഗവാന്റെ സാന്നിധ്യത്തിൽ യുദ്ധം ചെയ്യുന്നു. ചേട്ടനിയന്മാരുടെ മക്കളല്ലേ രണ്ടുപേരും, പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ദ്വാപരയുഗം എത്തിയപ്പോഴത്തേക്ക് കുറേ കൂടി ധർമ്മം ക്ഷയിച്ചു, ശത്രുക്കളിഞ്ഞ് അടുത്തെത്തി. പരസ്പരം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു വംശത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കുലത്തിനുള്ളിൽ ഒരു കുടുംബത്തിനുള്ളിൽ തന്നെ കലഹങ്ങളിലേക്ക് എത്തപ്പെട്ട എന്താ ധാർമ്മിക ബോധം കുറഞ്ഞതുകൊണ്ട്. അതുകൂടെ കഴിഞ്ഞിപ്പോൾ കലിയുഗത്തിലേക്ക് എത്തിയാൽ കലിയുഗത്തിൽ ശത്രുക്കൾ ഒരു വംശത്തിനുള്ളിലാണോ ഒരു വീട്ടിനുള്ളിലാണോ? കലിയുഗത്തിൽ ഇപ്പോൾ ശത്രുക്കൾ എവിടെയാ? ഒരു വീട്ടിനുള്ളിലാണ്. മനസ്സിലായില്ലേ? മറ്റേത് കണക്ക് രണ്ട് കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വംശത്തിനകത്തല്ല, ഒരു വീട്ടിനുള്ളിൽ ശത്രുക്കളായി തുടങ്ങി. എപ്പോഴാണോ വീട്ടിൽ ഉള്ളവർ കൂടെയുള്ളവർ ശത്രുവായി മാറുന്നതെന്നുള്ള ഭയത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ശരിയല്ലേ? കാരണം എന്താ? അല്പം കൂടി ധാർമ്മികമായത് ക്ഷയിച്ചു. ഇതാണ് യുഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയപ്പെടുന്നത്. അവിടെയാണ് ഭഗവാൻ ഈ കലിയുഗത്തിൽ തൻ്റെ അവതാര ഉദ്ദേശത്തിലോടുകൂടെ വരുന്നത്. ആരെ വധിക്കാൻ? കംസനെ വധിക്കാൻ എന്നുള്ളത്.